ഹായ് ഹലോ ഫ്രണ്ട്സ്, എല്ലാ കൂട്ടുകാർക്കും നമ്മുടെ മൗനരാഗം സീരിയലിലെ അങ്ങനെ ക്ലൈമാക്സിന്റെ എപ്പിസോഡിന്റെ പ്രൊമോ റിവ്യൂസിലേക്ക് തന്നെ സ്വാഗതം കേട്ടോ. ചാനൽ ആദ്യമായിട്ടാണ് കാണുന്നുണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് ലൈക്ക് ചെയ്ത് സപ്പോർട്ട് ചെയ്യണേ. കിരൺ ആണെങ്കിൽ ചന്ദ്രസേനോട് പറയണ്ട, അച്ഛാ എനിക്കൊരു കാര്യം പറയാനുണ്ട്, നമുക്ക് മാറി നിന്ന് സംസാരിക്കാം എന്ന് പറഞ്ഞിട്ട് ചന്ദ്രസേനെ വിളിച്ചിട്ട് മാറി നിന്ന് സംസാരിക്കാൻ വേണ്ടി കൊണ്ടുപോകാണ്. രൂപ ഷാരിനെ സൂക്ഷിച്ചു നോക്കുന്നുണ്ട്. എന്നിട്ട് ചോദിക്കണ്ട്, സത്യം പറയടി, അവനെ തിളച്ച വെള്ളം ഒഴിച്ചിട്ട് ഞാനിവിടുന്ന് പറഞ്ഞയച്ചില്ലേ, ശേഷം നീ അവനെ വിളിച്ചിരുന്നോ? കല്യാണമോള് സൈറ്റിൽ പോകുന്നുള്ള കാര്യം നീയല്ലേ പറഞ്ഞത്? ഹേ, ഞാനോ? രൂപേ, നീ എന്തൊക്കെയാ പറഞ്ഞത്? ഞാൻ ഒരിക്കലും അങ്ങനെ പറഞ്ഞിട്ടില്ല രൂപേ, ഞാൻ അങ്ങനെ പറയേയില്ല. ഞാൻ അങ്ങനെ പറയോ രൂപേ? ഒരിക്കലുമില്ല. നിന്നേന്ന് കുടിച്ച വെള്ളത്തിൽ പോലും വിശ്വസിക്കാൻ കൊള്ളില്ല. അല്ലാതെ എങ്ങനെയാണ് കറക്റ്റ് ആയിട്ട് കല്യാണി മോള് സൈറ്റിൽ പോകുന്ന സമയം തന്നെ അറിഞ്ഞത് ആ രാഹുൽ എന്ന് പറഞ്ഞ ബഗാസുരൻ? പക്ഷേ കല്യാണി മോൾ ഒറ്റക്ക് പോകുന്നായിരിക്കും അവൻ വിചാരിച്ചത്. കിരണുള്ള കാര്യം അവൻ അറിഞ്ഞിട്ടുണ്ടാവില്ലല്ലേ? നീ പറയാം, വിട്ടുപോയോ? നീയാണോ നിന്റെ മോളാണോ ചതിച്ചത്? ഞാൻ പറഞ്ഞത് കേക്ക് രൂപേ, ഒരിക്കലും ഞാൻ അങ്ങനെ തെറ്റ് ചെയ്തിട്ടില്ല. അപ്പൊ നിന്റെ മോളായിരിക്കും അല്ലെ? നിന്നെയൊന്നും വിശ്വസിക്കാൻ പറ്റില്ല. ഇപ്പോഴും നിന്നൊന്നും പൂർണ്ണ വിശ്വാസം ഇല്ലാതെയാണ് ഇവിടേക്ക് നിർത്തിയിരിക്കുന്നത്. ചിലപ്പോൾ ഞാനും ചന്ദ്രേട്ടനും ഇരിക്കുന്ന സമയത്ത് നീ വിഷം തരാനും മടിക്കില്ല രൂപേ. ഇങ്ങനൊന്നും പറയില്ലേ, എനിക്ക് ചങ്ക കൊള്ളുന്ന വാർത്തയാണ് രൂപേ നീ ഈ പറയണത്. നോക്ക്, അയാള് മുമ്പിൽ വന്ന് നിന്ന നീ കൊല്ലാൻ പാടെങ്കിൽ ഞാൻ അയാളെ കൊല്ലും. എന്തിനാണ് അങ്ങനത്തെ ഒരാളെ ഭൂമിയിൽ ജീവിക്കാൻ സമ്മതിക്കുന്നത്? എനിക്ക് അയാളെ കൊല്ലാനുള്ള ദേഷ്യമുണ്ട്. എന്റെ ജീവിതം തകർത്തതും അയാള് തന്നെയല്ലേ. ആ ദേഷ്യം എനിക്ക് നന്നായിട്ടുണ്ട്. ജയിലിൽ കിടക്കുന്ന അയാളെ കണ്ടിട്ട് ഞാൻ എപ്പോഴെങ്കിലും പോയതായിട്ട് രൂപ കണ്ടിട്ടുണ്ടോ? ഇല്ലല്ലോ. എനിക്ക് അയാൾ അത്ര ദേഷ്യമാണ്. അയാളുടെ കൺമുമ്പിൽ വന്ന് നിന്ന ഞാൻ അയാളെ കൊല്ലും, അത് ഉറപ്പാണ് എന്നൊക്കെ പറയാണ് രൂപ. ഷാരിനെ നോക്കുന്നുണ്ട്. നീ എന്തൊക്കെ പറഞ്ഞാലും നിന്റെ മോളെ ഇപ്പോഴും ഞങ്ങൾക്ക് പൂർണ്ണമായിട്ട് വിശ്വസിക്കാൻ സാധിച്ചിട്ടില്ല എന്ന് പറഞ്ഞിട്ട് രൂപ അകത്തേക്ക് കയറി പോവാട്ടോ. അതിനുശേഷം ചന്ദ്രസേനയുടെ അടുത്ത് പറയുന്നുണ്ട് കിരൺ, അച്ഛാ ആ രാഹുൽ തീർന്നിട്ടുണ്ട് അച്ഛാ എന്ന് പറയാണ്. മോനെ, നീ എന്താടാ പറയണത്? അതെ അച്ഛാ, ഇന്നലെ കല്യാണിന് കുത്തിയ സമയം തന്നെ ഞാൻ രതീഷിനെയും കൂട്ടിക്കൊണ്ട് അയാളെ തപ്പി ഇറങ്ങി. എന്റെ ഒരു കൂട്ടുകാരൻ സേവിയറിന് അച്ഛൻ അറിയില്ലേ, ട്രാക്കൊക്കെ ചെയ്യണ? അറിയാം. അവന്റെ സഹായത്തോടെ രാഹുൽ എവിടെയാണെന്ന് കണ്ടുപിടിച്ചു. അവൻ ആ കടൽത്തീരത്തിനടുത്ത് ഒരു കോളനി ഉണ്ട്, അവിടെ ഉണ്ടെന്ന് അവൻ പറഞ്ഞു. അതനുസരിച്ച് ഞാനും രതീഷും കൂടി ആ കടൽത്തീരത്ത് പോയായിരുന്നു. അവിടെ അവൻ മാസ്ക് ഒക്കെ വെച്ച് തൊപ്പിയൊക്കെ വെച്ച് ഒളിഞ്ഞു നടപ്പായിരുന്നു. കൈയോടെ പിടിച്ചു, ഇടിച്ച് ചതച്ച് ഇഞ്ച പരിവാക്കി കാറിൽ കയറ്റി വേലുവിന്റെ ഊരുണ്ടല്ലോ കാട്ടിലേക്ക്, വേലുവിനെ വിളിച്ചു പറഞ്ഞു. ഞങ്ങൾ അവിടേക്ക് പോയി. ഒരു സന്ധ്യ ആയപ്പോഴേക്കും അവിടെ എത്തി. ശേഷം കാട്ടുമൃഗങ്ങൾ ഏറ്റവും കൂടുതൽ വരുന്ന ഒരു ഏരിയ ഉണ്ട്. അവിടെ അവനെ ഇരുത്തിയച്ച കയ്യും കാലൊക്കെ ബന്ധിച്ചിട്ട് വായിൽ തുണിയും തിരികെ കാട്ടുമൃഗങ്ങൾ കടിച്ചു പറിക്കുമ്പോ അവൻ ഒച്ചയെടുത്ത് നിലവിളിക്കാതിരിക്കാനായിട്ട്. എടാ, ഒരിക്കൽ ഗംഗപ്രസാദ് ആ കാട്ടിൽ വീണ്ടല്ലേ അവൻ രക്ഷപ്പെട്ടു പോയത് അച്ഛാ. അന്ന് ഗംഗപ്രസാദ് മരിക്കേണ്ടതായിരുന്നു. അന്ന് ഗംഗനെ രക്ഷിച്ചത് ആരാണ്? നമ്മുടെ ഈ വേലും കാട്ടിലെ ആൾക്കാരും അല്ലേ. അന്ന് അറിയില്ലായിരുന്നല്ലോ ഗംഗപ്രസാദ് ഒരു പേ പിടിച്ച പട്ടിയാണെന്നുള്ള കാര്യം. പക്ഷെ ഇത് അങ്ങനെയല്ല അച്ഛാ. കാട്ടിലുള്ള ആൾക്കാർക്ക് എല്ലാവർക്കും അറിയാം ഇവൻ ജീവിക്കാൻ അർഹതയില്ലാത്തവനാണെന്ന്. അതുകൊണ്ട് തന്നെ അവൻ എങ്ങാനും അവിടെ നിന്ന് രക്ഷപ്പെടില്ല. രക്ഷപ്പെട്ട കാടിന്റെ മക്കള് അവനെ തീർത്തോളും. അതോർത്ത് അച്ഛൻ ടെൻഷൻ ആവണ്ട. ചിലപ്പോ ഈ സമയത്തിനകം കാട്ടുമൃഗങ്ങൾ അവനെ ഭക്ഷിച്ചു കാണുമായിരിക്കും. എങ്കിൽ നന്നായിടാ, അവനെ ആ മരണം തന്നെയാണ് വേണ്ടത്. കാട്ടുമൃഗങ്ങൾ ഓരോരോ അവയവങ്ങൾ കടിച്ചു കീറുമ്പോ അതിന്റെ വേദന അനുഭവിച്ച് അവൻ ഇല്ലാതാവണം. ഇതുപോലെ മരിക്കേണ്ടവനായിരുന്നു ആ വിക്രം, ജയിലിൽ കിടക്കുന്ന വിക്രം. അച്ഛനെ തോന്നുന്നു ഇപ്പൊ ഗംഗപ്രസാദ് മരിച്ചു, രാഹുൽ മരിച്ചു, ഇനി ഇപ്പൊ അടുത്തതുള്ളത് വിക്രം തന്നെയാണ്. അടുത്ത ഊഴം അവന്റെ തന്നെയാണ്. അവന് അടുത്തൊന്നും പരോള് കിട്ടില്ല. പക്ഷെ അവന്റെ മരണം ഉടനെ തന്നെ ഉണ്ടാകുമെന്നാണ് അച്ഛാ എനിക്ക് തോന്നുന്നത്. എന്തൊക്കെ പറഞ്ഞിട്ട് കിരൺ പോവാണ്. ഞാൻ എന്തായാലും കല്യാണിന്റെ അടുത്തേക്കാ പോണത്. കല്യാണിന്റെ ജീവന ആപത്ത് വിട്ടു മാറിയിട്ടില്ല, എന്നാലും അവൾ ഓക്കെ ആവുമെന്നാണ് അച്ഛൻ എനിക്ക് തോന്നുന്നത്. ശരി മോനെ, കുറച്ചു പേരെ അമ്മയായിട്ട് അവിടേക്ക് ഇറങ്ങാം എന്ന് ചന്ദ്രസേനൻ പറയുന്നുണ്ട്. രാഹുൽ പോകുന്നുണ്ട്. അതിനുശേഷമാണെന്നുണ്ടെങ്കിൽ നമ്മുടെ ചന്ദ്രസേനൻ മുകളിലേക്ക് രൂപേനെ വിളിക്കാണ്. റൂം നന്നായിട്ട് അടച്ചുപൂട്ടാൻ വേണ്ടി പറയാണ്. ഞങ്ങൾ പറയണതേ ആ ഷാരി കേൾക്കണ്ട, അതുകൊണ്ടാണ്. എന്താ ചന്ദ്രേട്ടാ? കിരൺമോൾ മാറ്റി നിർത്തി എന്താ പറഞ്ഞത്? കല്യാണിമോൾക്ക് എന്തെങ്കിലും കുഴപ്പമുണ്ടോ? കല്യാണിമോളുടെ കാര്യമൊന്നും അല്ലോട് പറഞ്ഞത്, പിന്നെ എന്താ കിരൺമോൻ പറഞ്ഞത്? അവൻ പറഞ്ഞതോ, രാഹുൽ ഉണ്ടല്ലോ അവനെ പിടികിട്ടിയായിരുന്നു. കാട്ടിലെ മൃഗങ്ങൾ വരുന്ന ആ ഒരു സ്ഥലത്ത് അവന്റെ കൈകാലികൾ ബന്ധിച്ചിട്ട് വെച്ചിരിക്കുകയാണ്. ഇന്ന് രാത്രി മൃഗങ്ങൾ അവനെ ഭക്ഷിക്കുമെന്ന് അവൻ പറയണത്. കൊള്ളം ചന്ദ്രേട്ട, അങ്ങനെ തന്നെയാ അവന് വേണ്ടത്. അവനൊരു മൃഗമാണ്. അപ്പൊ മൃഗങ്ങൾ തന്നെയാ അവനെ ഭക്ഷിക്കേണ്ടത്. എന്തായാലും നല്ലൊരു മരണം തന്നെയാ അവനെ കെട്ടിയേക്കണത്. അല്ല, ഇനിയിപ്പോ അവൻ മരിച്ചാൽ എന്തെങ്കിലും തുണ്ടോ കിട്ടോ? അല്ല, ഇവിടുള്ളവർക്ക് ബോധ്യപ്പെടുത്തിക്കണമല്ലോ അവൻ മരിച്ചു എന്ന്. അതെ, അവനെ വിചാരിച്ചു കാണുമായിരിക്കും ഇതിനെല്ലാം അവനെ നശിക്കാൻ കാരണം കല്യാണി മോളാണെന്ന്. അതുകൊണ്ടായിരിക്കും കല്യാണി മോൾ ആദ്യം കൊല്ലാൻ നോക്കിയത്. എന്തായാലും ഇവിടെ ഇരിക്കുന്ന ഷാരി സരിനൊന്നും അധികം വിശ്വസിക്കണ്ടിട്ട് അടുത്താൻ. ഇല്ല ചന്ദ്രേട്ട, അത് ഞാൻ മുമ്പ് വിശ്വസിക്കുന്നില്ല, ഇപ്പോഴും പൂർണ്ണമായിട്ട് വിശ്വസിച്ചിട്ടൊന്നും ഇല്ല എന്ന് രൂപ പറയുന്നുണ്ട് കേട്ടോ.
അതിനുശേഷം പിന്നീട് കാണിക്കുന്നത് നമ്മുടെ വിക്രത്തെയാണ്. വിക്രത്തിനെ ഞെട്ടിച്ചുകൊണ്ട് ആ വാർത്ത വാർഡൻ വന്ന് പറയാട്ടോ, എടാ വിക്രമേ, ഇവിടെ നിന്ന് പോയ നിന്റെ ഒരു കൂട്ടാളി ഉണ്ടല്ലോ രാഹുൽ, ആ തടിമാടൻ, അയാള് ഇന്ന് ഒപ്പിടാൻ വേണ്ടി ഇവിടെ വന്നില്ലല്ലോടാ. എനിക്കറിയില്ല സാറേ. അവനെ ആ കല്യാണിനെ കുത്തിന്നൊക്കെ കേട്ടിട്ടുണ്ടായിരുന്നല്ലോ. ഇനി കല്യാണിനെ കുത്തിയതിന്റെ ദേഷ്യത്തിൽ അവനാരെങ്കിലും തീർത്തോന്ന് അറിയില്ല. എടാ മിക്കാറ രാഹുൽ മരിച്ചിട്ടുണ്ടാവാനുള്ള ചാൻസ്. ഞങ്ങൾ അവനെ അന്വേഷിച്ച് ഒരുപാട് പോയി, അവനെ അന്വേഷിച്ച് കിട്ടിയില്ല. അവൻ മരിച്ചു കാണോടാ. ഇവിടെ ആദ്യം പോയത് ഗംഗപ്രസാദ് ആയിരുന്നു. അവൻ മരിച്ചെന്ന് ഏകദേശം ഉറപ്പാണ്. അതിനുശേഷം രാഹുല് പോയി, അവനും മരിച്ചു. എടാ അടുത്തത് നീയാടാ, അടുത്തൂടെ നിന്റെയാണ്. നീ ഇവിടുന്ന് പോകുന്നുണ്ടോ? പോകുന്നുണ്ടെങ്കിൽ നിന്റെ മരണം ഉറപ്പാണേ. ഇവിടുന്ന് ഇങ്ങനത്തെ ആൾക്കാർ പോയി ഒഴിഞ്ഞു പോകുമ്പോ ഞങ്ങൾക്കാണ് സമാധാനം. വഴക്കും പ്രശ്നമൊന്നും ഉണ്ടാവില്ലല്ലോ. പിന്നെ നിങ്ങളുടെ കൂടെ തന്നെ ശിക്ഷ കിട്ടേണ്ടവനായിരുന്നു മനോഹർ. പക്ഷെ ഇപ്പൊ അവൻ നന്നായി. അതുകൊണ്ട് അവന് നിങ്ങളെ പോലെ ശിക്ഷയൊന്നും കിട്ടാൻ പോണില്ല. പിന്നെ ആ രാഹുലിന്റെ മോള്, അവള് കുറെ പ്രാന്താശുപത്രി കിടന്നാണല്ലോ. അതുകൊണ്ട് അവൾക്കും ഒരുപാട് ശിക്ഷകളൊക്കെ കിട്ടിക്കഴിഞ്ഞു. എടാ വിക്രമേ, നിനക്കും മരണം ഉടനെ തന്നെ ഉണ്ടാവോടാ. അങ്ങനെ പതുക്കെ പതുക്കെ ഓരോരോ ശത്രുക്കളായിട്ട് അവരുടെ ഒഴിഞ്ഞു പോയിക്കൊണ്ടിരിക്കുകയാണ്. വിക്രം ചോദിക്കണ്ട്, അങ്കിളിന് എന്താ സംഭവിച്ചത്? പറ സാറേ, അങ്കിളിന് എന്താ സംഭവിച്ചത്? എനിക്കെങ്ങനെ അറിയാനാ? അല്ല, ഞാൻ പറഞ്ഞതേ ഉള്ളൂ, ചിലപ്പോ മരിച്ചിട്ടുണ്ടാവുമായിരിക്കേ എന്നൊക്കെ പറഞ്ഞിട്ട് അവിടെ നിന്ന് പോവാണ്. അത് കഴിയുമ്പോ വിക്രത്തിന് ആകെ ഷോക്ക് ആവാട്ടോ. പിന്നെ വേറൊരു കാര്യമുണ്ട്, വിക്രം പരോളിനൊന്നും ഇറങ്ങുന്നില്ല. പക്ഷെ വിക്രത്തിന്റെ മരണവും ഉടനെ തന്നെ ഉണ്ടാവും കേട്ടോ. അതെങ്ങനെയാണെന്ന് അറിയില്ല. വിക്രവും മരിക്കും, ജയിലിൽ തന്നെ കിടന്ന് എങ്ങനെയെങ്കിലൊക്കെ മരിക്കും. ഒരു ഹാർട്ട് അറ്റാക്ക് വരാൻ അധികം സമയമൊന്നും വേണ്ടല്ലോ. ശത്രുക്കളെല്ലാം മരിക്കുന്നുണ്ടെന്നാണ് പറഞ്ഞത് കേട്ടോ. അതായത് ശത്രുവിന്റെ കൂട്ടത്തിൽ വിക്രത്തിനെയും കൂട്ടാലോ. അതാണ് വിക്രവും മരിക്കുമെന്ന് ഞാൻ പറഞ്ഞത് ക്ലൈമാക്സിൽ. എന്തായാലും കല്യാണിനെ കാണാൻ വേണ്ടി കിരൺ ഹോസ്പിറ്റലിൽ പോകുമ്പോൾ ഡോക്ടർ കിരണിനോട് പറയുന്നുണ്ട്, ഇനി പേടിക്കാനൊന്നുമില്ല, കല്യാണി ഇപ്പൊ ഓക്കെയാണ്, നാളെ വാർഡിലേക്ക് മാറ്റാം എന്ന് പറയുന്നുണ്ട്. കിരണിന് ഭയങ്കര സമാധാനം, താങ്ക് യു ഡോക്ടർ എന്ന് പറയാണ്. ശേഷം കിരൺ കല്യാണി അടുത്ത് പറയുന്നുണ്ട്, കല്യാണി ഒരു സന്തോഷ വാർത്തയുണ്ട്. എന്താ കിരണേട്ടാ? ആ രാഹുൽ എന്ന് പറഞ്ഞ ഭഗാസുരൻ അവൻ തീർന്നു കല്യാണി. തീർന്നെന്നോ? അതെ, അവനെ ഞാനും രതീഷും വേലും കൂടി ചെന്ന് കാട്ടിൽ ഒത്ത നടുക്കിട്ടിട്ടായിരുന്നു മൃഗങ്ങളെ കടിച്ചു കയറാൻ പാകത്തിന് ഒരു സ്ഥലത്ത്. മൃഗങ്ങളെല്ലാരും കൂടി അവനെ കടിച്ചു തിന്നതാ പറഞ്ഞത്. രാവിലെ വേലു വിളിച്ചിരുന്നു. അവന്റെ അവശിഷ്ടങ്ങൾ കുറച്ചു മാത്രമേ അവിടെ ഉള്ളൂ, ബാക്കി എല്ലാ മൃഗങ്ങൾ തുടച്ച് തിന്നു. പിന്നെ അവനാണെന്ന് തെളിയിക്കാനായിട്ട് കുറെ അവന്റെ മോതിരവും വാച്ചും പേഴ്സ് ഒക്കെ അവിടെ ഇവിടെയൊക്കെ കിടക്കുന്നുണ്ട്. എന്തായാലും അവൻ മരിച്ചു, ആംബുലൻസ് പറഞ്ഞയച്ചിട്ടുണ്ട്. അത് എത്രയും പെട്ടെന്ന് തന്നെ എന്റെ അമ്മയുടെ അച്ഛന്റെ വീട്ടിലേക്ക് വരും. എന്തായാലും അയാൾ മരിച്ച സ്ഥിതിക്ക് എല്ലാവരും അറിയിക്കണമല്ലോ. പിന്നെ ഷാരിയും സാരിയുടെ അവിടെ എന്തെങ്കിലുമൊക്കെ ഒരു ചെറിയൊരു ഇത് കിട്ടിക്കഴിഞ്ഞാൽ അവിടത്തെ ചടങ്ങും കാര്യങ്ങളും അത്രയും നടത്തട്ടെ. നമ്മൾ ഈ ഗംഗ മരിച്ചപ്പോ അവന്റെ ചടങ്ങ് വരെ നടത്തിയതല്ലേ, അതുകൊണ്ട് ഇയാളുടെ 16 എന്താ നടത്തട്ടെ. എന്തായാലും രാഹുൽ എന്നുള്ള ശല്യവും തീർന്നു എന്ന് കല്യാണത്ത് കിരൺ പറയാണ്. കല്യാണിക്കും സമാധാനമാവുന്നുണ്ട് കേട്ടോ. അപ്പൊ ഈ ഒരു ഭാഗമാണ് നമ്മൾ നാളത്തെ എപ്പിസോഡിൽ കാണാൻ വേണ്ടി പോണത്. എന്തായാലും ക്ലൈമാക്സ് ഈ ആഴ്ചയല്ല, അടുത്ത ആഴ്ച, അതായത് ഈ വരുന്ന ശനിയാഴ്ചയിലെ അതായിരിക്കും നമ്മുടെ ക്ലൈമാക്സ് പ്രൊമോ കേട്ടോ. വീഡിയോ ഇഷ്ടപ്പെടുകയാണെന്നുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യാനും അതുപോലെ തന്നെ സബ്സ്ക്രൈബ് ചെയ്യാനും കമന്റ് ചെയ്യാനും മറക്കല്ലേ. മറ്റൊരു വീഡിയോ ആയിട്ട് വീണ്ടും കാണാം ഫ്രണ്ട്സ്. ടേക്ക് കെയർ, ബൈ ബൈ.